السلام عليكم. من وضع لله رفعه الله ومن تكبر وضعه الله. ഇത് ഹദീസാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് വിനയാന്വിതനെ അള്ളാഹു ഉന്നതയിലെത്തിക്കും, അഹങ്കാരിയെ അള്ളാഹു തആല താഴ്ത്തിക്കെട്ടും. ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവിയെ അല്പകാലമായി പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല പ്രഭാഷണങ്ങളും നേരിട്ടും ഈ നേരായ വഴി കൂട്ടായ്മയിലൂടെയും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2-3 പ്രാവശ്യം നേരിട്ട് സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, അദ്ദേഹം 100% വിനയാന്വിതനാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ അദ്ദേഹം സമാഹരിച്ച അറിവ് പിന്നെ വിവരണാതീതമാണെന്ന് പറയാം. ധാരാളമുണ്ട്. ഒരു ഭാഷാ പാണ്ഡിത്യം മാത്രമൊന്നുമല്ല. ഭാഷാ പാണ്ഡിത്യം എന്ന് പറഞ്ഞത് അതൊരു വലിയ മികവായി കാണേണ്ട ഒന്നല്ല. തീവണ്ടിയിൽ ചായ വെക്കുന്നതിനും 18 ഭാഷയെല്ലാം അറിയാമെന്ന് പറയാറ്. അദ്ദേഹത്തിന്റെ മറ്റ് വിജ്ഞാനങ്ങൾ ആഴത്തിലുള്ള അറിവാണ്. ഇസ്ലാമിനെ കുറിച്ച് മാത്രമല്ല, പല ഭൗതിക വിഷയങ്ങളെക്കുറിച്ചും മൊത്തം ലോകത്തെക്കുറിച്ചും. നമ്മൾ സാധാരണ അപ് ടു ഡേറ്റ് ജനറൽ നോളേജ് എന്ന് പറയാറുണ്ട്. അങ്ങനെ കഴിവുള്ള വളരെ ചെറിയ പ്രായക്കാരനായ ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവിക്ക് അസൂയാലുക്കൾ വർദ്ധിക്കുക എന്നത് കേവലം സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിന്റെ ഒരു ശാപാവസ്ഥയാണ്. ഒരു കാരണവശാലും അല്ലാഹു തആല താഴ്ത്തിയാലല്ലാതെ ആരും താഴുകയില്ല. ഇൻഷാ അല്ലാഹ് സിംസാറുൽ ഹഖ് ഹുദവിക്ക് താഴ്ചയൊന്നും വരില്ല. അതുകൊണ്ട് മഹാനുഭാവന്റെ ഈ സേവന പ്രവർത്തനം, പ്രബോധന പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ തുടരുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വോയിസ് ക്ലിപ്പ് ഒരു അജ്ഞാതൻ ആയിപ്പോയി എന്ന് വിചാരിക്കേണ്ട എന്നതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയാണ്. എൻ്റെ പേര് അഹമ്മദ് വാഖവി ജാതിയെ. ഈ നേരായ വഴി ഗ്രൂപ്പില് ഇതേവരെ യാതൊരു പോസ്റ്റും ഞാൻ ഇട്ടിട്ടില്ല ഒരിക്കലും. കാരണം ഇത് അറിവ്, വിജ്ഞാനം പകർന്നു നൽകുന്ന ഒരു ഗ്രൂപ്പാണ്. അത് പിന്നെ അതിന്റെ അഡ്മിന്മാർ ബഹുമാനപ്പെട്ട ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവിയുടെ പിന്നെ വിജ്ഞാനപ്രദമായ ലളിതസുന്ദരമായ പ്രഭാഷണങ്ങൾ അയക്കുകയാണ് ചെയ്യുന്നത്. വളരെ പ്രയോജനകരമാണ്. ഒരിക്കലും ഒരു പോസ്റ്റോ ഒരു ശബ്ദ സന്ദേശമോ അല്ലെങ്കിൽ എഴുത്തോ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്. പക്ഷെ ഇനി 2ാമത്തെ ക്ലിപ്പും കൂടി എഴുതി വന്നത് ആ മഹാനുഭാവന് നേരെയുള്ള ഒരു അനിയന്ത്രിതമായ അസൂയ, എന്താ അതിന് പറയാ, ഒരു സഹിക്കാനാവാത്തൊരു അസൂയയുടെ തള്ളിക്കയറ്റം കണ്ടതുകൊണ്ട് മാത്രമാണ്. ഇതില് ശ്രോതാക്കൾക്ക്, മെമ്പർമാർക്ക് പ്രയാസം ഉണ്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതായത് ഇപ്പൊ ഉണ്ടാക്കിയ വിഷയം ഇതാണ്, ഒരു നായ് തൊട്ട വിഷയമാണ്. അപ്പൊ അത് ഒരു ഗൾഫുകാരനാണ് എന്നോട് ആദ്യം ഇത് പറയുന്നത്, നായ് തൊട്ട കേസ്. അപ്പൊ ഞാൻ അയാളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങി എയർപോർട്ടിനകത്തെത്തി. അപ്പോ അവിടെ ഡോഗ് സ്ക്വാഡ് ഉണ്ടായിരുന്നു. പോലീസുകാർ ബോംബോ മറ്റോ പരിശോധിക്കാൻ വേണ്ടി നായയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നായയുടെ കയറും പിടിച്ച് പോലീസുകാരിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആ നായ ഒന്ന് നക്കി, എന്നാ നിങ്ങളെന്താ ചെയ്യാന്ന് ചോദിച്ചു. അത് ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ഉരുളല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണ് ഉരുളു. അതായത് പറയുന്നതിൽ നിന്ന് തടി തപ്പുന്നതിനാണ് ഉരുളു എന്ന് പറയുന്നത്.
ഞാൻ പറഞ്ഞ അങ്ങനെ ഉരുളല്ല. നിങ്ങളെ നായ സ്പർശിച്ചു കഴിഞ്ഞാല്, നക്കിക്കഴിഞ്ഞാല് നിങ്ങളത് കഴുകണ്ടേ? 7 പ്രാവശ്യം കഴുകണം. മണ്ണ് കൂട്ടിയായിരിക്കണം. മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം. നിങ്ങൾക്കാണെങ്കിൽ എയർപോർട്ടിനകത്ത് മണ്ണില്ല. ഇനി നിങ്ങളൊരു 10 മണിക്കൂർ പ്ലെയിനിൽ യാത്ര ചെയ്യേണ്ട സ്ഥലത്താണ് പോകുന്നതെന്ന് സങ്കല്പിക്കാം. എന്നാൽ നിങ്ങൾ എന്താ ചെയ്യാം? അപ്പൊ അവിടെ എന്ത് ചെയ്യണം എന്നതിന് നമ്മുടെ ഫുഖഹാ പണ്ഡിതന്മാർ പരിഹാരം പറയാതിരിക്കും. എന്ത് ചെയ്യണമെന്ന് ആ സമസ്യക്ക് പൂരണമില്ലാത്ത ഫിഖ്ഹല്ലല്ലോ നമ്മുടെ ഫിഖ്ഹ്. ഏത് സമസ്യക്കും പൂരണമുള്ള ഫിഖ്ഹല്ലേ. ഇപ്പൊ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ നേരത്തെ തന്നെ ഈ വിഷയവും കൂടി പറയണ്ടേ? അപ്പൊ അയാൾ പറഞ്ഞു അതെ അത് പറയണം. എങ്കിൽ എന്താണ് പറഞ്ഞത് എന്ന് അന്വേഷിക്കണം. അപ്പൊ എന്ന് പറഞ്ഞാലും ഫുഖഹാ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മണ്ണ് കിട്ടാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തില് ഈ അസൂയ മാത്രമാണ് ഇത്തരം ആരോപണങ്ങളുടെ പിന്നിലുള്ളത്. ഏതൊരാളുടെയും പ്രസംഗത്തിന്റെ മൈനസ് പോയിന്റ് കണ്ടുപിടിക്കാമെന്ന സ്വഭാവം പൊതുവെ ആളുകൾക്കുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഈ സംഘടനാപരമായ പക്ഷപാതിത്വം കൂടിയതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ സഹായം വർദ്ധിച്ചതുകൊണ്ടും സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതുകൊണ്ടും വല്ലാതെ ആ പ്രവണത കൂടിയിട്ടുമുണ്ട്. ഞാൻ മനസ്സിലാക്കൽ ഈ മൈനസ് പോയിന്റ് മാത്രം കണ്ടെത്തുന്നത് ഒരു മനോരോഗം പോലെയാണ് എനിക്ക് തോന്നല്. അതായത് ഒരാളുടെ പ്രസംഗം കേൾക്കുമ്പോ അല്ലെങ്കിൽ വായിക്കുമ്പോ അതിൽ എന്താണ് തകരാറുള്ളത് എന്ന് മാത്രം ശ്രദ്ധിക്കുക, എന്ന് മാത്രം ആലോചിക്കുക. ആ ഒരു പ്രവണത വർദ്ധിച്ചു വന്നൊരു കാലാണിത്. അപ്പോ സിംസാറുൽ ഹക്ക് ഉദവിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പ്രായക്കാരനാണ്. അതേപോലെ തന്നെ നല്ല ഒരു അംഗീകാരമുള്ള പ്രഭാഷകനുമാണ്. മൂപ്പരുടെ പ്രഭാഷണത്തിന്റെ വ്യത്യസ്തത ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന്, വളരെ വ്യക്തമായി ശ്രോതാക്കൾക്ക് കാര്യം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. രണ്ടാമത് പറയുന്ന എല്ലാ കാര്യത്തിനും ഹദീസ്, ആയത്ത്, അതേപോലെ തന്നെ ഫുഖഹായിന്റെ അല്ലെങ്കിൽ ഉലമായിന്റെ വാചകങ്ങൾ, ഇബാറത്ത് തെളിവായി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിക്കിങ്ങനെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രസംഗം എന്നത് അതൊരു വലിയ സന്തോഷമാണ്. ആർക്കും എപ്പോഴും ഏത് വിഷയത്തിലും തെറ്റുപറ്റാമെന്നത് ഒരു യാഥാർത്ഥ്യം. അത് മനുഷ്യരാകുമ്പോൾ തെറ്റുപറ്റാതിരിക്കില്ല. തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ ഈ വിനയാന്വിതരായ പ്രഭാഷകന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ ഈ മൈനസ് പോയിന്റ് മാത്രം കണ്ടുപിടിക്കുന്നത് ഒരു മനോരോഗം പോലെയാണ് പൊതുവെ എനിക്ക് തോന്നാറ്. ഞാൻ പലപ്പോഴും അതിന്റെ അനുഭവസ്ഥനുമാണ്. അങ്ങനെ എന്റെ തന്നെ പ്രസംഗത്തിൽ പലപ്പോഴും പല അബദ്ധങ്ങളും വന്നുപോയത് നമ്മൾ തിരുത്തുന്നതിന് മുമ്പ് തന്നെ കുറ്റപ്പെടുത്തിയുള്ള സന്ദേശങ്ങളും മറ്റും വരാറുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണ ചാതുരി, അതേപോലെ തന്നെ ഈ പ്രബോധന പ്രവർത്തനം, അതുപോലെ തന്നെ വിജ്ഞാനത്തിന്റെ പ്രചരണം, അത് ശരിക്കൊരു എന്തതിന് പറയാ, തപസ്യയായി ഏറ്റെടുത്തുകൊണ്ട് നടത്തുകയാണ്. മാനവറുകളുടെ സമയത്തിന്റെ പ്രശ്നം കൊണ്ട് എത്താൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അത്രമാത്രം ജനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കാത്തു കഴിയുകയാണ്. അതും ജാടകളൊന്നും ഇല്ലാതെയാണ്. ആദ്യം കേൾക്കുമ്പോ, ഞാൻ ഈ അടുത്ത കാലത്താണ് നേരിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത്. മുമ്പൊക്കെ കേൾക്കുമ്പോ ഈ രീതിയിലൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തെ മനസ്സിൽ കണ്ടത്. അപ്പം മനസ്സിൽ അന്ന് കണ്ടതിൽ നിന്ന് എത്രയോ വ്യത്യസ്തനായി വളരെ വിനയാന്വിതനായാണ് ഉള്ളത്. ആയിരങ്ങളാണ് പ്രഭാഷണം കേൾക്കാൻ ഒഴുകി വരുന്നത്. അത് അല്ലാഹു തആലാന്റെ വലിയൊരു ഫദ്ലാണ്. ദാലിക ഫദ്ലുല്ലാഹി യൂതീഹി മൻ യശാഉ എന്ന് ഖുർആനിലുണ്ടല്ലോ. അല്ലാഹു തആലാന്റെ വലിയൊരു അനുഗ്രഹം അതവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ കൊടുക്കൂ, എല്ലാവർക്കും കൊടുക്കൂല. ഈ പ്രഭാഷണ കല ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. പല പ്രഭാഷകന്മാരുടെയും ആത്യന്തികമായ ലക്ഷ്യം
പണമായിരിക്കും. അതായത് പണം കിട്ടണം. പ്രസംഗിക്കുന്നവൻ ചെലവും ചെയ്തു വന്ന് പ്രസംഗിക്കുക എന്ന് പ്രായോഗികമല്ല. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഭാഗമായിരിക്കും ചിലപ്പം പ്രസംഗിക്കാനും ആ പ്രസംഗം കോട്ട് ചെയ്യാനും വേണ്ടി തയ്യാറാക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഹദിയ കിട്ടാതെ നടക്കില്ല. പക്ഷേ മറ്റ് പ്രഭാഷകന്മാരിൽ നിന്ന് വ്യത്യസ്തനായി ആ പണത്തിന്റെ അങ്ങനെയുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്തൊരു അവസ്ഥ, അങ്ങനെ ഒന്ന് ചിന്തിക്കുന്ന ആളായി പോലും എനിക്ക് തോന്നിയിട്ടില്ല. ഏതായാലും ഇരിക്കട്ടെ. പിന്നെ ആ സ്ഥാപനത്തിന്റെ മഹത്വം, ദാറുൽ ഹുദായുടെ മഹത്വം, അതിന്റെ സ്ഥാപകന്മാര്, അതേപോലെ തന്നെ അവിടുത്തെ ഉസ്താദുമാര്, അതിൽ വളരെ പ്രഗത്ഭനായ ബഹാവുദ്ദീൻ ഉസ്താദ്, മഹാനവറുകൾ എന്റെ കൂടി ഗുരുവാണ്. അൽഫിയ എന്ന പിന്നെ അറബി വ്യാകരണ ശാസ്ത്ര കിതാബ് കുറേ ഭാഗം, അതിന്റെ ഒരു 1/3 ഭാഗം മൂപ്പരുടെ അടുത്തു നിന്നാണ് ഞാൻ ഓതിയത്. അതേപോലെ തന്നെ ഈ അന്നേ ആധുനിക അറബി 1980കളിൽ ആധുനിക അറബി ഭാഷ ഞങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തന്നു എന്ന് പഠിച്ചു എന്ന് പറഞ്ഞൂടാ, അതിനൊരു വാസന ഉണ്ടാക്കി തന്നത് മഹാനവറുകളാണ്. അപ്പൊ ഏതായാലും ആ സ്ഥാപനത്തിന്റെയും ഗുരുവര്യന്മാരുടെയും പിന്നെ മഹത്വവും കൂടി ഇത്തരം പ്രഭാഷകന്മാരിൽ നിന്ന്, ഈ ഹുദവികളാകുന്ന പ്രഭാഷകന്മാരിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പൊ ആ അസൂയയിൽ നിന്നാണ് വിമർശനങ്ങളും ഈ മൈനസ് പോയിന്റ് കണ്ടുപിടിക്കുന്ന പ്രവണതയുണ്ടാകുന്നത്. അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. അല്ലാഹു തആല വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക്, ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മന്തവാലില്ലാഹി റഫഅഹുല്ലാഹ്, അല്ലാഹു തആല ഹദീസാണെന്നാണ് എന്റെ ഓർമ്മ. അതായത് ഒരാള് അള്ളാഹുവിന് വേണ്ടി വിനയാന്വിതനായി ജീവിച്ചാൽ അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തും. ഇനി ഒമൻ തകബ്ബറ വലഅഹുല്ലാഹ്, അഹങ്കരിച്ചാലോ അവനെ അള്ളാഹു തആല താഴ്ത്തി കളയുകയും ചെയ്യും. അപ്പോ അദ്ദേഹത്തിന്റെ വിനയം അതൊരു വലിയ വിഷയമാണ്. അതുപോലെ തന്നെ പിന്നെ ഏതെങ്കിലും നിസ്സാരമായ വിഷയങ്ങളാണ് ഈ മൈനസ് പോയിന്റായി കണ്ടുപിടിക്കുന്നത്. ഈ അടുത്ത് വിവാദാക്കിയത് നായ തൊട്ടാൽ കഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞതാ. നായ തൊട്ടാൽ കഴുകുന്നതിനെ കുറിച്ച് 4 മദ്ഹബുകളിലും ഒരേ അഭിപ്രായമല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബുകാരാണ് നമ്മൾ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് 7 പ്രാവശ്യം കഴുകണം. അതിലൊന്ന് പിന്നെ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ ഇഹ്ദാഹുന്ന എന്നും ഊലാഹുന്ന എന്നും ഉള്ളത് കൊണ്ട് ആദ്യം തന്നെ ആവണമെന്നില്ല, ആദ്യമോ അവസാനമോ ഇടക്കോ 7-1. അത് ചില മദ്ഹബില് 8 പ്രാവശ്യം കഴുകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് വെച്ചിട്ട് തന്നെ 8 പ്രാവശ്യം, അതായത് 7 പ്രാവശ്യം വെള്ളം കൊണ്ട് 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും. ചില മദ്ഹബുകളിൽ ആദ്യം തന്നെ കഴുകുന്നത് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദ്ഹബിൽ ആദ്യം ആവലാണ് നല്ലത് എന്നുണ്ട്. എന്നാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നായ നജസാണ് എന്ന അഭിപ്രായമില്ല. മുഖമിട്ടാൽ ഈ പറഞ്ഞ പോലെ പാത്രം 7 പ്രാവശ്യം കഴുകണം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം അംഗീകരിക്കുക. എന്നാൽ നായ നജസല്ല, സാധാരണ കുറുക്കനെ പോലെ പൂച്ചയെ പോലെ പിന്നെ ശുദ്ധിയുള്ള ജീവിയാണ്, പന്നിയെ പോലെയല്ല നായ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നായ താഹിറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നായയെ തൊട്ടാലോ നനഞ്ഞു തൊട്ടാലൊന്നും തന്നെ കഴുകേണ്ട അവസ്ഥ തന്നെയില്ല. അതേ സ്ഥാനത്ത് മുഖമിട്ടാൽ ആ പാത്രം കഴുകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹദീസിൽ നഫ്സ്, അതായത് സ്പഷ്ടവാക്യം വന്നതുകൊണ്ട് എന്നാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ്. പിന്നെ നേരത്തെ ഞാൻ പഠിച്ച ഓർമ്മ വെച്ച് പറയുന്നത്, ഇപ്പം കിതാബ് നോക്കിയിട്ടല്ല പറയുന്നത്. അപ്പോ അതേ സ്ഥാനത്ത് പിന്നെ ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബില് എല്ലാ നജസും 3 പ്രാവശ്യം കഴുകണം. എല്ലാ നജസും 3 പ്രാവശ്യം കഴുകണമെന്നാണ്. അത് നായയാൽ നജസായതും 3 പ്രാവശ്യമാണ് കഴുകേണ്ടത്. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോ ചുരുക്കത്തില് ഇപ്പോ 7 പ്രാവശ്യവും അതേപോലെ തന്നെ 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും. ഇനി മണ്ണ് കിട്ടാത്ത സാഹചര്യം, വെള്ളം കിട്ടാത്ത സാഹചര്യമൊക്കെ രാജ്യത്ത് വരാനും ആളുകൾക്ക് അനുഭവപ്പെടും, ഫുഖഹ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയം ഇപ്പം ഇതിന്റെ ഗ്രൂപ്പുകളിൽ എവിടെയോ കിതാബിന്റെ കൊട്ടേഷൻ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മള് ഈ ഷാഫി മദ്ഹബിൽ കേരളീയരായ മുസ്ലിങ്ങൾ
ഏറ്റവും അംഗീകൃത ഗ്രന്ഥമായി കണക്കാക്കുന്നത് തുഹഫത്തുൽ മുഹ്താജാണ്. അതായത് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് തുഹഫ. وشاع ترجيح كتاب بني حجر في قطرنا وفي الحجاز إذا اشتهر എന്നൊക്കെ പറഞ്ഞ ഒരു കവിത ഈ തുഹഫത്തുൽ മുഹ്താജിനെ നമ്മൾ അംഗീകരിക്കുന്നതിന്റെ കാരണമൊക്കെ പറയുന്നുണ്ട്. ഇമാം അഹമ്മദ് ബിൻ ഹജർ ഹൈതമിയാണ് അതിന്റെ ഓദർ മുസന്നിഫ്. അപ്പൊ ആ തുഹഫയും ഷെർവാനിയും ഒന്നിച്ചു നോക്കുമ്പോ ഷെർവാനി സഹിതം തുഹഫയുടെ ഇബാറത്താണ് ഈ നേരായ വഴി ഗ്രൂപ്പിൽ തന്നെ കണ്ടത്. കിതാബിന്റെ കൊട്ടേഷൻ തന്നെ അതിൽ നിന്ന് വളരെ വ്യക്തതാണ്. രണ്ടാം കൗലും മൂന്നാം കൗലും ഒക്കെ അഭിപ്രായങ്ങൾ, അതായത് മണ്ണ് വേണമെന്നില്ലെന്നും അത് മാത്രമല്ല മണ്ണല്ലാത്തത് തൽസ്ഥാനത്ത് നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു സാഹചര്യത്തിൽ അതും അങ്ങനെയും ആവാം എന്നു പറഞ്ഞിരിക്കുന്ന ഫുഖഹായിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോ തികച്ചു എതിരാളികളായ ആളുകൾക്ക് അത് രസമാണ്. ഇപ്പോ സിറാജ് പത്രത്തിൽ തന്നെ പത്രത്തിന്റെ ഒരു കോപ്പി ആരോ ഏതോ ഒരു ഗ്രൂപ്പിലിട്ടത് കണ്ടു. സിറാജ് പത്രത്തിൽ തന്നെ വെണ്ടക്ക നിരത്തി അത് ശരിക്ക് ഉസ്താദിനൊരു പ്രചരണം ഉണ്ടാക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പിഴവ് പറ്റാത്ത രീതിയിൽ ഏറെക്കാലം പരിശുദ്ധമായ ദീനിനും വിജ്ഞാനത്തിനും ആത്മാർത്ഥമായ സേവനം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന ഏറ്റവും മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് ശരിക്കും മനസ്സിന്റെ അടിയിൽ തട്ടിയ പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഞാൻ എന്റെ ഈ ക്ലിപ്പ്